നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ഇടുക കേട്ടോ. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് 2 വെളുത്തുള്ളി നല്ല രീതിയിൽ ചെറുതായി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ വെജിറ്റബിൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റോ ബീൻസോ അതുപോലെ മഷ്റൂമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രൊക്കോളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് ഒന്ന് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ 2 തവിയോളം തന്നെ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു ഓട്സ് വെന്ത് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പും അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മളിതിലേക്ക് ചൂടുള്ള പാലും കൂടെ നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഓട്സ് കഴിച്ച് മടുത്തവർക്ക് ഇതൊരു സൂപ്പ് പോലെ തന്നെയുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതിൽ വെജിറ്റബിൾസോ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഇടും ആ വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.